ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 1 പാർട്ട് 1 വീഡിയോയും പാർട്ട് 2 വീഡിയോയും അപ്ലോഡ് ചെയ്താണ്. അപ്പോൾ ഈ ക്ലാസ് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രം വരാൻ ശ്രമിക്കുക. ഇവിടെ ഫസ്റ്റ് ടോപ്പിക്ക് ബിസിനസ് റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. പോസിബിലിറ്റി ഓഫ് ഇനാഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റി ഓർ അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എന്താ ഉണ്ടാവുക എന്നറിയാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ എന്ത് വരാം, നഷ്ടം വരാം. എന്തൊക്കെ കാരണം കൊണ്ട്? ചിലപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് മാറിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇന്നുള്ള പോലെ ആവില്ല നാളെ കൺസ്യൂമറിൻ്റെ ടേസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയേക്കാൾ മുകളിലൊരു കമ്പനി വരാം. ഈ മാർക്കറ്റിൽ നമ്മുടെ ബ്രാൻഡിനേക്കാൾ കൂടുതൽ നല്ലൊരു ബ്രാൻഡ് വരാം. അങ്ങനത്തെ പല സാഹചര്യം കൊണ്ടും എന്ത് വരാം, നമുക്ക് വിചാരിച്ച ഒരു ലാഭം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള കേസിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിനാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള റിസ്ക് ഉണ്ട്. ഒന്ന് സ്പെക്കുലേറ്റീവ് റിസ്ക്കും മറ്റേത് പ്യുവർ റിസ്ക്കും. അപ്പോൾ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് വേർ ബോത്ത് ലോസ് ആൻഡ് പ്രോഫിറ്റ് ആർ പോസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭവും നഷ്ടവും ഒരുപോലെ ഉണ്ടാവാം. അതിൻ്റെ ഫീച്ചേഴ്സാണ് ഔട്ട്കം ഈസ് അൺസർട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിന്ന് കിട്ടുന്ന ഫലം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, അതറിയാൻ സാധിക്കില്ല. പിന്നെ ദർ ഈസ് എ ചാൻസ് ഓഫ് ലോസ്, നഷ്ടത്തിന് അവിടെ ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ദർ ഈസ് ഓൾസോ എ ചാൻസ് ഓഫ് ഗെയിൻ ഓർ ഹൈ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം കിട്ടാനും അവിടെ ഒരു ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നഷ്ടത്തിനും ലാഭത്തിനും ഈക്വൽ ചാൻസ് ആണ് എവിടെ, സ്പെക്കുലേറ്റീവ് റിസ്കിൽ. പിന്നെ ദീസ് റിസ്ക് ആർ ടേക്കൺ വില്ലിങ് ടു ഏൺ ഹയർ പ്രോഫിറ്റ്. ഇങ്ങനെ റിസ്ക് എടുക്കാനുള്ള കാരണം എന്താ, നമുക്ക് എത്ര റിസ്ക് എടുക്കുന്നോ അത്രയും അധികം പ്രോഫിറ്റ്, റിസ്ക് എടുക്കുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടുമെന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് എടുക്കുന്നത്, റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റിംഗ് ഇൻ ഷെയർസ്, പിന്നെ എൻറ്ററിങ് ന്യൂ മാർക്കറ്റ്സ്, ലോഞ്ചിങ് എ ന്യൂ പ്രൊഡക്റ്റ്, എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ പ്യുവർ റിസ്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് വേർ ഓൺലി ലോസ് ഈസ് പോസിബിൾ ബട്ട് നോട്ട് ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ, നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടുന്ന് ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല, ലാഭം കിട്ടില്ല. അങ്ങനെയുള്ള റിസ്കിനെയാണ് പ്യുവർ റിസ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് ഔട്ട്കം ഈസ് അൺസർട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്കം എന്താ കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ദർ ഈസ് എ ചാൻസ് ഓഫ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നഷ്ടത്തിനൊരു ചാൻസ് ഉണ്ട്. ദർ ഈസ് നോ ചാൻസ് ഓഫ് ഗെയിൻ ഓർ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭത്തിന് അവിടെ ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഇത് തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ദർ ഈസ് എ റിസ്ക് ആർ നോട്ട് ടേക്കൺ വില്ലിങ് ബട്ട് ഹാവ് ടു ബി ഫേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, റിസ്ക് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ അവിടെ എന്താണ്, റിസ്ക് ഓൾറെഡി നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റോറേജ്, ഒരു പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുക വിചാരിക്കുക. ആ ഫാക്ടറിക്ക് തീ പിടിച്ചു, നഷ്ടം ഉണ്ടാവില്ലേ? അവിടെ നമുക്ക് എന്താവും, നഷ്ടം മാത്രമായിരിക്കും. അതിന് എന്തെങ്കിലും ലാഭം കിട്ടും? ഇല്ല. ഇപ്പം നമ്മളുടെ പ്രൊഡക്ട്സ് ഒക്കെ കള്ളം കൊണ്ടുപോയി, അപ്പോഴും ഇതേമാതിരി തന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുമാതിരി ആക്സിഡൻറ്റോ ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും എന്തുണ്ടാവുള്ളൂ, നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ബിസിനസ് റിസ്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സ്പെക്കുലേറ്റീവ് റിസ്ക്കും മറ്റേത് പ്യുവർ റിസ്ക്കും. അപ്പോൾ സ്പെക്കുലേറ്റീവ് റിസ്ക് ആണെങ്കിൽ ബോത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് വെച്ചാൽ രണ്ടും ഉണ്ടാവും, പ്രോഫിറ്റും ഉണ്ടാവും ലോസും ഉണ്ടാവും. പക്ഷേ പ്യുവർ റിസ്കിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. അതറിഞ്ഞിട്ടും നമ്മൾ ആ റിസ്ക് വേണിച്ചിട്ട് എടുക്കുകയല്ല, പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. നമ്മൾ വേണിച്ചിട്ട് ആ റിസ്ക് എടുക്കുകയല്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ചിലപ്പോൾ മോഷ്ടിച്ചാവുക ആരെങ്കിലും നമ്മളുടെ പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ട്സിന് ഡാമേജ് വരികയെ, അല്ലെങ്കിൽ എല്ലാം നശിച്ചു പോവുക, കത്തിപ്പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് അവിടെ നമുക്ക് നഷ്ടം വരുന്നത്. നമ്മൾ വേണിച്ചിട്ട് ലാഭം കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മൾ എന്തെടുക്കല്ല, റിസ്ക് എടുക്കല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത നഷ്ടങ്ങൾ വരില്ലേ, അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി നേച്ചർ ഓഫ് ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. ബിസിനസ് റിസ്കിൻ്റെ നേച്ചേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ അൺസർട്ടിനിറ്റി. ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടിനിറ്റീസ്. അതെന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കി നോക്കാം. ദ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ ആൻഡ് ദർ ക്യാൻ ബി ചേഞ്ച് ഇൻ മാർക്കറ്റ്, ടെക്നോളജി, ഗവൺമെൻറ് പോളിസി, നേച്ചുറൽ കണ്ടീഷൻ എക്സെട്ര വിച്ച് മേ എഫക്റ്റ് ബിസിനസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് അൺസർട്ടനിറ്റി ആണെന്ന് വെച്ചാൽ നാളെ എന്താ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് പോളിസി മാറ്റുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി മാറുന്നതിനനുസരിച്ചോ, അതുമാതിരി പിന്നെ ഇന്നത്തെ ടേസ്റ്റ് ആവില്ല കസ്റ്റമേഴ്സിന് നാളെ.
അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് എന്തുണ്ടാവാം, പ്രതീക്ഷിച്ച അത്ര ലാഭം കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച ലാഭം കിട്ടാണ്ട് വരികയാണെങ്കിൽ, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ കൊണ്ട് കിട്ടാണ്ട് വരികയാണെങ്കിൽ അതിനെയാണ് ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ്, റിസ്ക് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറി ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ബിസിനസ് ആക്ടിവിറ്റി ഇൻവോൾവ് സം ഡിഗ്രി ഓഫ് റിസ്ക്. വിത്തൗട്ട് റിസ്ക് നോ ബിസിനസ് ആക്ടിവിറ്റി ക്യാൻ ബി അണ്ടർടേക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സിലും എന്തുണ്ടെന്നാണ് പറയുന്നത്, റിസ്ക് ഉണ്ടെന്നാണ്. ബിസിനസ്സിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് എന്ത്, റിസ്ക്. ഇപ്പോൾ റിസ്ക് ഇല്ലെങ്കിൽ അവിടെ എന്തില്ല, ഒരു ബിസിനസ്സും റിസ്ക് ഇല്ലാണ്ട് നടക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് മെയിൻലി അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. അവിടെ പറയുന്നത് ലാർജ് ബിസിനസ് ഫേസ് ഹയർ റിസ്ക് ദാൻ സ്മോൾ ബിസിനസ്. ഡിഫറെൻറ്റ് ബിസിനസ് ഹാവ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വലിയൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ ചെറിയ കമ്പനീനെ അനുസരിച്ച് ഈ വലിയ കമ്പനിക്ക് എന്ത് കൂടുതലാണ്, റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ ചെറിയ കമ്പനി ആണെങ്കിൽ അതിന് കുറച്ച് റിസ്ക്കേ ഉണ്ടാവും, പക്ഷേ വലിയ കമ്പനി ആണെങ്കിൽ എന്തുണ്ടാവും, റിസ്ക് അതിനനുസരിച്ച് കൂടുമെന്നാണ് പറയുന്നത്. ഇനി പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ എ ബിസിനസ് ടേക്ക് റിസ്ക് ഇറ്റ് ഫേസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്, ബട്ട് ഇഫ് ഇറ്റ് സക്സീഡ് ഇറ്റ് ഏൺ പ്രോഫിറ്റ് ഹയർ ദ റിസ്ക് ഹയർ ദ റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം റിസ്ക് എടുത്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഇപ്പം നമ്മൾ കുറച്ച് റിസ്ക്കാണ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റാണ് കിട്ടുക. അപ്പോൾ റിസ്ക് എടുക്കുന്നതിനനുസരിച്ച്, റിസ്ക് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും, പ്രോഫിറ്റ് കൂടും എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ്, കോസസ് ഓഫ് ബിസിനസ് റിസ്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു വേരിയസ് റീസൺ. ദീസ് കോസസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ആസ് ഫോളോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് റിസ്ക് പല കാരണത്താൽ ഉണ്ടാവാം. അപ്പോൾ എന്തൊക്കെ കാരണമാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ്, നാച്ചുറൽ കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് നോക്കി നോക്കാം. റിസ്ക് അറൈസിങ് ഫ്രം നാച്ചുറൽ ഈവൻറ്റ്സ്. ദീസ് ആർ ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുണ്ടാവുന്ന റിസ്ക്സ്, അതാണ് നാച്ചുറൽ കോസസ് എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ അത് നമ്മളുടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കയ്യിലല്ല, അത് നമ്മളുടെ ഹ്യൂമൻസിന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് എവിടെ നിന്നാണ് വരുന്നത്, നേച്ചർ, പ്രകൃതിപരമായിട്ട് വരുന്ന ബിസിനസ് റിസ്കിനെയാണ് നാച്ചുറൽ കോസ് എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് ക്വേക്ക്, ഫ്ലഡ്, പിന്നെ സൈക്ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ്, അതുമാതിരി പ്രളയം, പിന്നെ ഭൂമി കുലുക്കം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് റിസ്ക് വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള റിസ്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ട് റിസ്ക് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് നേച്ചുറൽ കോസസ് എന്ന് പറയുന്നത്, പ്രകൃതിദത്തമായ കാരണം കൊണ്ടുണ്ടാവുന്നത്. ഇനി ഹ്യൂമൻ കോസസ്. റിസ്ക് അറൈസിങ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ഷൻ ഓർ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസിന് തെറ്റ് പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടാവുകയാണെങ്കിൽ അതാണ് ഹ്യൂമൻ കോസസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ പ്ലാൻ ഉണ്ടാക്കുന്നോടത്ത് പിഴച്ചു, അപ്പോൾ അതെന്താ, അത് ഹ്യൂമൻ്റെ കാരണമാണല്ലേ, അശ്രദ്ധ കുറവുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനിയിലത്തെ ഒരു പാർട്ണർ മരിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുക, റിസ്ക് ഉണ്ടാവാം. പിന്നെ മോഷണം നടത്തുകയാണെങ്കിൽ അപ്പോഴും റിസ്ക് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഫ്രോഡ് ആവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ തട്ടിപ്പിനിരയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അത് അവർ ഫ്രോഡാണെങ്കിൽ എന്താ, നമ്മളുടെ പൈസ പോവില്ലേ. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്തുണ്ടാവാം, റിസ്ക് ഉണ്ടാവാമെന്നാണ് പറയുന്നത്. അവിടെ എക്സാമ്പിൾ ഉണ്ട്, സ്ട്രൈക്ക്, ആക്സിഡൻറ്റ്, ഫ്രോഡ്, തെറ്റ്, നെഗ്ലിജൻസ്, പുവർ മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിന് അത്രയും ഇൻഫർമേഷൻ, അത്രയും എന്താ പറയുക, അറിവുണ്ടാവില്ല. അപ്പോൾ ഇനി അടുത്താണ് എക്കണോമിക് കോസസ്. റിസ്ക് അറൈസിങ് ഫ്രം ചേഞ്ചസ് ഇൻ എക്കോണമിക് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമിക് കണ്ടീഷൻ ചേഞ്ച് വരുന്ന കാരണത്താൽ നമുക്ക് എന്തുണ്ടാവുക, റിസ്ക് ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ നമുക്ക് റിസ്ക് ഉണ്ടാവുക. ഇനി റിസഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് റിസ്ക് ഉണ്ടാവാം. ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് റിസ്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസീസൊക്കെ മാറുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ റിസ്ക് ഉണ്ടാവുന്നതാണ് എക്കോണമിക് കോസസ്. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇനി അതർ കോസസ്. റിസ്ക് അറൈസിങ് ഫ്രം ഫാക്ടേഴ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എബോവ് കാറ്റഗറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും ഉൾപ്പെടാത്ത കാര്യങ്ങൾ കാരണമാണ് നമുക്ക് റിസ്ക് ഉണ്ടാവണമെങ്കിൽ അത് അതർ കോസിൽ ഉൾപ്പെടുത്താം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ ചേഞ്ചസ്, ഇപ്പോൾ എന്താ പറയുക, വല്ല ടെക്നിക്കലായിട്ട് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ, പിന്നെ ലീഗൽ ചേഞ്ച്, കോടതി വല്ല എന്താ പറയുക ലീഗലായിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, പിന്നെ കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ നല്ല ബ്രാൻഡ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ അങ്ങനത്തെ ചേഞ്ചസൊക്കെയാണ് ഈ അതർ കോസസിൽ ഉൾപ്പെടുത്താൻ പറ്റുക കേട്ടോ. അപ്പോൾ ഈ എക്സാമ്പിളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക.
അപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കി നോക്കാം. സ്റ്റാർട്ടിങ് എ ബിസിനസ് ബേസിക് ഫാക്ടർ. ഒരു എന്താ പറയുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് നോക്കേണ്ടത്. അപ്പം നമുക്ക് അതിൻ്റെ പോയിന്റിലേക്ക് കിടക്കാം. സ്റ്റാർട്ടിങ് എ ബിസിനസ് റിക്വയർ കെയർഫുൾ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്യണം. അതുമാതിരി കെയർഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ മേക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ദ ഫോളോയിങ് ആർ ദ ബേസിക് ഫാക്ടർ ടു ബി കൺസിഡർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇവിടെ ഒരു 10 കാര്യം കൊടുത്തിട്ടുണ്ട്. ആ 10 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നോട്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ അത് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കാര്യം, സെലക്ഷൻ ഓഫ് ലൈൻ ബിസിനസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് എ ബിസിനസ് ആക്ടിവിറ്റി ദാറ്റ് മാച്ചസ് യുവർ ഇൻട്രസ്റ്റ്, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. ഇറ്റ് ഷുഡ് ഹാവ് ഗുഡ് ഡിമാൻഡ് ആൻഡ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കനുസരിച്ചുള്ളൊരു ബിസിനസ് വേണം നമ്മൾ തുടങ്ങാൻ, നമ്മളുടെ ടേസ്റ്റിനും ഇൻട്രസ്റ്റിനും അനുസരിച്ചുള്ളത്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ പലതരം ബിസിനസ് ഉണ്ടല്ലോ, ജ്വല്ലറി ബിസിനസ് ഉണ്ട്, ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ഇപ്പോൾ പലതരം ഉണ്ടല്ലോ, ക്രോഷ്യ, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, തുടങ്ങുക. നമുക്ക് ആ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്താ ഉണ്ടാവുള്ളൂ, ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിന് വേണ്ടി അത്രയും എഫേർട്ട് എടുക്കും. അപ്പോൾ നമുക്കൊരു നമ്മുടേതായൊരു ബ്രാൻഡും പിന്നെ നമ്മളുടേതായൊരു മാർക്കറ്റിൽ നമുക്കൊരു നമ്മുടേതായൊരു ബ്രാൻഡ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ സൈസ് ഓഫ് ദ ഫേം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈഡ് ദ അപ്രോപ്രിയേറ്റ് സൈസ് ഓഫ് ദ ബിസിനസ് അക്കോർഡിംഗ് ടു റിസോഴ്സസ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. ഇറ്റ് മേ ബി സ്മാൾ, മീഡിയം ഓർ ലാർജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ഫേമിൻ്റെ സൈസ് എത്ര വേണം നമ്മൾ നിശ്ചയിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മീഡിയം ഉണ്ടാവാം, ചിലപ്പോൾ സ്മോൾ ആയിരിക്കാം, ചിലപ്പോൾ വലിയൊരു കമ്പനി അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഏത് സൈസാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിനുള്ള ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വലിയ ഫേമാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാപിറ്റൽ വേണം. അപ്പോൾ മൂലധനം നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫേമിൻ്റെ സൈസ് നമ്മൾ ആലോചിക്കണം. പിന്നെ ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. ഡിസൈഡ് ദ ഫോം ഓഫ് ഓണർഷിപ്പ് സച്ച് ആസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി എക്സെട്ര. ഇറ്റ് അഫക്റ്റ് മാനേജ്മെൻറ്റ്, ലയബിലിറ്റി ആൻഡ് ടാക്സേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓണർഷിപ്പിൻ്റെ ഏത് ഫോമാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മൾ മാത്രമായിട്ട് തുടങ്ങണോ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവോൾവ് ചെയ്യിക്കണോ, പാർട്ട്നേഴ്സായിട്ട് നടക്കണോ, അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ട് കുറേ ആൾക്കാർ വെച്ചിട്ട് ചെയ്യണമെന്നൊക്കെ നമ്മൾ ചൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ലൊക്കേഷൻ ഓഫ് ബിസിനസ്. സെലക്ട് എ സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ ദ ബിസിനസ്. ഇറ്റ് ഷുഡ് ബി ഈസിലി ആക്സസിബിൾ ആൻഡ് ക്ലോസ് ടു റോ മെറ്റീരിയൽസ്, മാർക്കറ്റ് ആൻഡ് ലേബർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ കുറേ റോ മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ് തുടങ്ങുക. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റേഷനറി ഷോപ്പാണ് തുടങ്ങണമെങ്കിൽ അത് നമ്മൾ കോളേജിൻ്റെ അടുത്തൊക്കെ തുടങ്ങുക, അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്ത്. അവിടുത്തെ കുട്ടികളൊക്കെ വാങ്ങുമല്ലോ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുക. ഇനി ഫിനാൻസിങ് ദ പ്രോസ്പെഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേഞ്ചിങ് അഡ്വക്കേറ്റ് ഫണ്ട് ടു സ്റ്റാർട്ട് ആൻഡ് റൺ ദ ബിസിനസ്. സോഴ്സ് മേ ഇൻക്ലൂഡ് ഓൺ സേവിങ്സ്, ബാങ്ക് ലോൺ, ഇൻവെൻറ്റേഴ്സ് എക്സെട്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണം എവിടെ നിന്ന് എടുക്കണമെന്ന് തീരുമാനിക്കണം. ചിലപ്പോൾ ബാങ്കിൽ നിന്ന് എടുക്കാം, ലോണായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എടുക്കാം. പല രീതിയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ആലോചിക്കണം, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഫിസിക്കൽ ഫെസിലിറ്റി. പ്രൊവൈഡ് നെസസറി ഫിസിക്കൽ ഫെസിലിറ്റി സച്ച് ആസ് ബിൽഡിംഗ്, മെഷീനറി, എക്യുപ്മെൻറ്റ്, ഫർണിച്ചർ എക്സെട്ര. ദീസ് ആർ എസെൻഷ്യൽ ഫോർ സ്മൂത്ത് ഓപ്പറേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള മെഷീൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ്സിനിപ്പോൾ ഒരു കറണ്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കറണ്ട്, ഇലക്ട്രിസിറ്റി ഒക്കെ അവൈലബിൾ ആയിരിക്കുന്ന സ്ഥലത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ പ്ലാന്റ് ലേഔട്ട്. അറേഞ്ച് മെഷീൻസ്, എക്യുപ്മെൻറ്റ് ആൻഡ് വർക്ക് ഏരിയാസ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ ഓർഡർ. ഇറ്റ് ഹെൽപ്പ് ഇൻ സേവിങ് സ്പേസ്, ടൈം ആൻഡ് കോസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനറിയൊക്കെ കറക്റ്റ് സ്ഥലത്ത്, ഓരോ സ്ഥലം ഉണ്ടാവുമല്ലോ, ഏറ്റവും ബെസ്റ്റായ സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എന്താ, സ്പേസും കൂടും, പിന്നെ ടൈമും കോസ്റ്റും ഒക്കെ എന്താ പറയുക, കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ടൈം കുറയ്ക്കാനും പിന്നെ സ്പേസൊക്കെ കുറയ്ക്കാൻ വേണ്ടി അത് നമ്മളെ സഹായിക്കും. കറക്റ്റ് ഓർഡറിൽ മെഷീനറിയൊക്കെ വയ്ക്കുക. ഇനി കോമ്പറ്റൻ്റ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ കോമ്പറ്റഡ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയി, എ കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ്, ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യണം. അതിനനുസരിച്ച് വിവരവും പഠിപ്പുള്ള ആൾക്കാരെ വേണം സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ടൻ്റ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ അതിന് എന്താ പറയുക, അതിനനുസരിച്ച് കുറേ ക്വാളിറ്റി ഉണ്ട്, അക്കൗണ്ടൻ്റ് ആവുന്ന ക്വാളിറ്റി ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് മാത്രം ആൾക്കാരെ സെലക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി ടാക്സ് പ്ലാനിങ്. പ്ലാൻ ഫോർ വേരിയസ് ടാക്സസ് ടു റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി. പ്രോപ്പർ ടാക്സ് പ്ലാനിങ് എൻഷുർ കോംപ്ലിക്കേറ്റ്സ് വിത്ത് ലോ ആൻഡ് സേവ് മണി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി എങ്ങനെ നിയമപരമായിട്ട് കുറയ്ക്കാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാമെന്നാണ് ടാക്സ് പ്ലാനിങ് ഉള്ള പോയിന്റിൽ ഉൾപ്പെടുന്നത് കേട്ടോ. നമ്മൾ ടാക്സ് കുറയ്ക്കുക എങ്ങനെ, നിയമപരമായിട്ട് എങ്ങനെയൊക്കെ കുറയ്ക്കാമെന്ന് മുൻകൂട്ടി ആലോചിച്ച് വെക്കുക. ഇനി 10, ലോഞ്ചിങ് ദ എൻ്റർപ്രൈസ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ എബോവ് സ്റ്റെപ്സ് സ്റ്റാർട്ട് ദ ബിസിനസ്. എഫക്റ്റീവ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ലീഡ് ടു ദ സക്സസ് ഓഫ് ദ എൻ്റർപ്രൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഒരു കമ്പനി അല്ലെങ്കിൽ എൻ്റർപ്രൈസസ് ഔദ്യോഗികമായി തുടങ്ങുക. ഇപ്പോൾ ഓപ്പണിംഗ് സെറമണി നടത്തിയിട്ട് പിന്നെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു കമ്പനി തുടങ്ങുക. ഈ എല്ലാ 9 കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് 10ാമത്തെ കാര്യം കേട്ടോ ഈ പറഞ്ഞത്, എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ആ കമ്പനി തുടങ്ങുക. ഇപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൊടുത്ത് നമ്മളുടെ കമ്പനി ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കുക. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇതോടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.